ഹായ്, എല്ലാവർക്കും പച്ചരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ നോക്കുന്നുണ്ട്. കാറിൽ കയറാൻ നോക്കുന്നേരം ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, വിഷു കഴിഞ്ഞിട്ടെങ്കിലും അങ്ങോട്ടേക്ക് വരുമല്ലോ അല്ലേ? അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ട അങ്ങനെ പറയുന്നത്? എനിക്ക് ആദർശേട്ടനെ കാണാതിരിക്കാൻ കഴിയുമോ? ശരി, അമ്മയുടെ കാറ് നീ വരുമ്പോഴേ കൊണ്ടുവരത്തുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അല്ല, ഞാൻ അത് ഡ്രൈവറിനോട് പറഞ്ഞ് അവിടെ എത്തിക്കാം. പിന്നെ ആദർശ് കാറിൽ കയറി പോകുന്നുണ്ട്. നയന വീടിനകത്തേക്കും പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിയും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ കനക പറയുന്നുണ്ട്, മോൻ പോയി, ഇവിടെ പറഞ്ഞതൊക്കെ ദേവയാനി കേട്ടിരുന്നല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പറഞ്ഞതും കേട്ടു, നിങ്ങൾ പറഞ്ഞ അബദ്ധങ്ങളും കേട്ടു. അവൻ മണ്ടനൊന്നുമല്ല കേട്ടോ, അവന് നല്ല സംശയമുണ്ടായി കാണുമോ എന്നാ എൻ്റെ പേടി. പിന്നെ നന്ദുവിനോട് പറയുന്നുണ്ട്, ആദർശ് പറഞ്ഞതെല്ലാം മോള് കേട്ടല്ലോ, അത് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് വിഷമിച്ചുകൊണ്ട് നന്ദു റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എല്ലാവരും ചേർന്ന് നന്ദുവിനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ കുറച്ച് ശ്വാസം മുട്ടിച്ചാലും കുഴപ്പമില്ല, അത്രയ്ക്ക് ഫ്രീ ആയി നടന്നിരുന്നതാ അവള്. ഇപ്പോൾ അനിയുടെ കാര്യം വന്നപ്പോൾ അവൾ ഇങ്ങനെ ഡൗൺ ആയത്. അന്നേരം ദേവയാനിയും പറയുന്നുണ്ട്, അനിയും അങ്ങനെയായിരുന്നു, അവൻ പിള്ളേര് കളി മാറാതെ നടക്കുന്നു എന്ന പരാതി മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ അവൻ ഭയങ്കര സീരിയസുമായി. നേരത്തെ കവിതയെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത, പക്ഷേ ഇപ്പോൾ ഏത് നേരവും മോളെപ്പറ്റിയാണ് ചിന്ത. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാളും ഒക്കെ പേടിയിലാണ്. അതുപോലെയാ ആ ജോത്സ്യർ ഓരോന്നൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ഗോവിന്ദൻ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്, പറയണ്ട എന്ന രീതിയിൽ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്തിനാ ഗോവിന്ദേട്ടാ തടയുന്നത്? പറയാനുള്ളത് കനക പറയട്ടെ. പിന്നെ കനക ജോത്സ്യൻ പറഞ്ഞ എല്ലാ കാര്യവും ദേവയാനിയോട് പറയുന്നുണ്ട്. അവസാനം കറങ്ങിത്തിരിഞ്ഞ് നന്ദു സ്നേഹിക്കുന്ന പയ്യൻ തന്നെ ആയിരിക്കും അവളെ കല്യാണം കഴിക്കുക എന്നൊക്കെ ജോത്സ്യൻ പറഞ്ഞ കാര്യമൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. ഏതായാലും ഇത് കേട്ട് ദേവയാനി ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പൂജയൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് പ്രായശ്ചിത്ത കോവിലിൽ വന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതേ, പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഒരിക്കലും അനിയും അനാമികയും തമ്മിൽ പിരിയാൻ പാടില്ല. അവനൊരു രണ്ടാം കെട്ടുകാരനാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ കനകയെ. പിന്നെ കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ കാറോടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദർശിന് നല്ല സംശയമുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ അവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. എല്ലാവരിലും നല്ല പതർച്ച ഉണ്ടായിരുന്നു. എന്നിട്ട് നയന എന്തുകൊണ്ടാണ് എന്നോട് ഒന്നും പറയാത്തത്? അവളും അമ്മയും ഒന്നിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവനല്ലേ ഞാൻ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവനല്ലേ ഞാൻ. അതെല്ലാം അവൾക്കറിയാം. എന്നിട്ടും അവൾ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഭാഗത്തു നിന്നുള്ള അങ്ങേയറ്റത്തെ ഒരു വീഴ്ചയാണ്. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നത് വരെ ഇനി അവരെ രണ്ടുപേരെയും വീക്ഷിക്കണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനഘയാണ്. ആരെയോ വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് അനഘ. അപ്പോഴേക്കും നമ്മുടെ അബി കയ്യിലൊരു കവറൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ കവറൊക്കെ അനഘയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിനക്കും മോൾക്കുമുള്ള ഡ്രസ്സാണ്, വിഷുവൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എനിക്ക് ഡ്രസ്സൊന്നും അല്ല വേണ്ടത്, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന എനിക്കെന്തിനാണ് ഡ്രസ്സ്, മരിച്ചു കഴിഞ്ഞാൽ പുതുപ്പിക്കാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്ത വിഷു ആകുമ്പോഴേക്കും ഞാൻ ഉണ്ടാകില്ല, അന്ന് അവൾ നിന്നോടൊപ്പമായിരിക്കണം. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുത്ത് നീ അവളെ വളർത്തണം. അന്ന് ഞാനില്ലാത്തതിൻ്റെ സങ്കടമൊന്നും അവൾക്കുണ്ടാകരുത്. അപ്പോഴൊക്കെയാണ് നീ അവൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കേണ്ടത്. അവൾ നിന്നോടൊപ്പം വളരെ സന്തോഷകരമായി ജീവിക്കണം. അപ്പോൾ അവ പറയുന്നുണ്ട്, ഞാൻ മുന്നേ മാതിരിയല്ല അനഘ ഇപ്പോൾ, എനിക്കിപ്പോൾ വളരെ പക്വതയുണ്ട്. അവൾ എൻ്റെ മകളല്ലേ, നീ എനിക്ക് ഒരാഴ്ച കൂടി സമയം താ. അന്നേരം അനഘ പറയുന്നുണ്ട്, നീ എപ്പോൾ വന്നാലും ഒരാഴ്ച എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണല്ലോ. എടാ, ഞാൻ അടുത്ത് തന്നെ മരിച്ചു പോകും. ഞാൻ മരിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, നമുക്കിവിടെ നിന്നെ നല്ല ഡോക്ടറിനെ കാണിക്കാം. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഞാൻ ഗൾഫിലുള്ള ഡോക്ടർമാരുമായിട്ടും ഇവിടെയുള്ള ഡോക്ടർമാരുമായിട്ടും എല്ലാം കൺസൾട്ട് ചെയ്തതാണ്, ഒരു രക്ഷയുമില്ല. ഞാൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണം. എനിക്ക് നിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം. പിന്നെ നിൻ്റെ ആദർശേട്ടൻ, പേര് പോലെ തന്നെ ആദർശവാനാണ് അദ്ദേഹം. അവരെയൊന്നും കാണാതെ നിന്നോട് പറയുന്നത് ഞാൻ നിൻ്റെ വാക്ക് വിശ്വാസത്തിലെടുക്കുന്നത് കൊണ്ടാണ്. പിന്നെയും നീ എന്നെ ചതിക്കരുത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ ആരോടും പറയണ്ട, നിനക്കെന്നെ വിശ്വസിക്കാം. നീ നമ്മുടെ മോളോട് അച്ഛൻ്റെ ഹാപ്പി വിഷു പറയണം. ഉടനെ തന്നെ ഞാൻ നിന്നെ വിളിക്കാം, എന്നെ വിശ്വസിക്കുക എന്നും പറഞ്ഞിട്ട് അഭി പോകുന്നത് നോക്കി തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകുമെന്ന ആശങ്കയോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അനഘ.
പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. ദേവയാനി നന്ദുവിന് ഒരു മനോഹരമായ ഒരു നെക്ലേസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിൻ്റെ കഴുത്തിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇതൊരു തുടക്കമാണ്. നിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴേക്കും പുതിയ പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളായിരിക്കും. നിനക്കിഷ്ടപ്പെട്ട ഡിസൈൻ നിൻ്റെ ചേച്ചിയോട് പറഞ്ഞാൽ മതി, ഞാൻ ആദർശ് മുൻപിൽ നിന്ന് നിൻ്റെ കല്യാണം നടത്തിത്തരും. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇവൾക്കതിന് കല്യാണമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് മോളാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. നല്ലൊരു പോലീസ് ഓഫീസർ തന്നെ നിനക്ക് വരനായി വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദേവയാനി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, മോളെ അനിയുമായിട്ട് നീ നല്ലവണ്ണം അകന്നു നിൽക്കണം. തൽക്കാലം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഉള്ളിൽ നിന്നോട്ടെ. അത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സ്നേഹമായിരിക്കണം, അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, വലിയൊരു സമ്മാനവും തന്നിട്ട് മോളെ വിഷമിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളും ഇടുക്കിയ, ഇന്നത്തെ പെൺപിള്ളേർക്കില്ലാത്ത പല പല കഴിവും മോൾക്കുണ്ട്. പിന്നെ നയന പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, വെറുതെ നീയായിട്ട് അനിയുടെ മനസ്സിൽ അനാമികയോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ കിട്ടിയ ഈ സമ്മാനത്തിനേക്കാളും ഒരുപാട് മൂല്യമുണ്ട് അനിയുമായുള്ള സൗഹൃദത്തിന്, അവൻ്റെ സ്നേഹത്തിന്. പക്ഷേ എന്ത് ചെയ്യാം അനി, ഞാൻ നിസ്സഹായയാണ്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശും ജയനും ഓഫീസിൽ നിന്ന് മടങ്ങി വരികയാണ്. ആദർശ് നയനയുടെ വീട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും ആദർശിൽ അത് ഉണ്ടാക്കിയ സംശയങ്ങളെ പറ്റിയും ഒക്കെ അച്ഛനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, ഇനി അമ്മയും മരുമകളും ഒന്നിച്ചോ? അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നിച്ചാലും അവളത് ആദ്യം എന്നോടല്ലേ പറയേണ്ടത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതെ, ദേവയാനി മറച്ചാലും നയന മോള് ഉറപ്പായിട്ടും അതേപ്പറ്റി നിന്നോട് പറയേണ്ടതാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനി ഏതായാലും ഇതിനൊരു അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ. പിന്നെ കാണിക്കുന്നത് കനകയുടെയും ഗോവിന്ദൻ്റെയും വീടാണ്. കനക വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, അതേ ഗോവിന്ദേട്ടാ, നന്ദുമോൾക്ക് നല്ലൊരു നെക്ലേസുമായിട്ടാണ് ആദർശിൻ്റെ അമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആദർശിൻ്റെ അമ്മയെ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ആവശ്യമുണ്ട്, അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ വാങ്ങിയത്. ഇനി SI ആയി കഴിഞ്ഞാൽ ഉടൻ കല്യാണം ഉണ്ടാകുമല്ലോ, ഞങ്ങൾ തന്നെ ആ മംഗളകർമ്മം നടത്തിത്തരും. അപ്പോൾ കനക പറയുന്നുണ്ട്, ദേവയാനി, സ്വർണവും പണവും ഒന്നുമില്ലെങ്കിലും ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അതിനേക്കാളും സന്തോഷമാണ്. അങ്ങനെ അവരിങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും വിഷു ആശംസകളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവയാനി. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, മോള് വാ, നമുക്ക് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ഇവിടെ ഇറക്കിത്തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാ വരുന്നു നമ്മുടെ അബി. അത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. പിന്നെ വേഗത്തിൽ തന്നെ ദേവയാനി നയനയും മറഞ്ഞു നിൽക്കുന്നുണ്ട്. അബി വന്നതും എല്ലാവരുടെയും മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവരുടെയും മുഖത്ത് ഒരു പതർച്ച? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നീ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ടുള്ള പതർച്ചയാ. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറേ പറ്റിച്ചതല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നത്. എന്നിട്ട് അബി നയനക്കൊരു ഗോൾഡിൻ്റെ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയാകാൻ പോകുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഇത്. എന്നിട്ട് മനോഹരമായ ഒരു സ്വർണ്ണ മോതിരം നമ്പ്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നമ്പ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നമ്പ്യക്ക് മാത്രമല്ല, മറിഞ്ഞു നിന്ന് ഇത് കാണുന്ന ദേവയാനിക്കും നയനക്കുമൊക്കെ സന്തോഷമാവുകയാണ്. പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോള് പോലും പ്രതീക്ഷിക്കാതെ മോളെ ഞെട്ടിച്ചല്ലോ. ശരി, മോനെയും കൂട്ടി അകത്തേക്ക് ചെല്ലി എന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ. പിന്നെ അവരങ്ങ് റൂമിലേക്ക് പോയതും മറിഞ്ഞു നിന്ന ദേവേനി നയനയും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ഇവിടെ വന്നതുകൊണ്ട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. പിന്നെ നയന പറയുന്നുണ്ട്, എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ കല്യാണിയുടെ കൂടെ പുറത്തു പോയെന്ന് പറഞ്ഞേക്കുക അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. പോകാൻ നേരം ദേവയാനി വീണ്ടും നന്ദുവിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മോളോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അനി മോളുടെ അടുത്തേക്ക് വന്നാലും മോള് മൈൻഡ് ചെയ്യേണ്ട, ഒരു കുടുംബ കലഹത്തിന് മോള് കാരണമാകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.